2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം മന്ത്രിസഭാ യോഗം ചേരുക. അപ്പോൾ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് 600 രൂപ 18 മാസം കുടിശ്ശിക. ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ 600-ൽ നിന്ന് വർധനവ് തുടങ്ങി. 1600 വരെ വർദ്ധിച്ച് അവിടെ നിന്നു. അപ്പൊ LDF സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തൊരു പാപ്പരത്വമാണെന്ന് നോക്കണം. എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഇത് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് UDF-നുണ്ടാകുന്നു. ഇപ്പൊ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത്. LDF-നെ എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ സഹായം തേടാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്? ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ? നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ ധാരണയും നീക്കുപോക്കും LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നതെല്ലാവർക്കും അറിയാവുന്നതാണ്. തെളിമയാർന്ന LDF രാഷ്ട്രീയമാണ് നാടിൻ്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വിഘടന ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ LDF-ന് ആവശ്യമില്ല എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.